ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കീം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. കേട്ടോ, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നമ്മളൊരു 10 ക്വസ്റ്റ്യനുകളാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ അത് വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചേ, cos 75 ഇൻറ്റു cos 45 ഇൻറ്റു cos 15 ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അതായത് 3 ആംഗിൾസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയടാ, ഇവിടെ cos 75 ഉണ്ട്, cos 45 ഉണ്ട്, cos പിന്നെ ഏതാണുള്ളത് 15 ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വാല്യൂ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഈ cos 45 നമുക്കറിയാം. ഈ cos 45 ഇപ്പുറത്തേക്ക് മാറ്റി ബാക്കി രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് എഴുതുവാണ്. cos 75 ഇൻറ്റു cos 15 അല്ലേ? പിന്നെ എന്താണുള്ളത്? cos 45 എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഇത് നമുക്കറിയാം, ഇവൻ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ബാക്കി രണ്ടുപേരെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവർ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ ഇവർ രണ്ടും കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ അഡീഷനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഇക്വേഷൻ? മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ അഡീഷനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇപ്പോൾ cos A ഇൻറ്റു cos B ഈ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്? കോസുകൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ്. അപ്പോൾ കോസുകൾ മൾട്ടിപ്ലൈ ചെയ്തൊരു ഇക്വേഷൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 cos A cos B ഈക്വൽ ടു എന്ത് ചെയ്യണം? കോസിൽ ഈ തന്നിട്ടുള്ള ആംഗിളുകൾ ആഡ് ചെയ്ത് എഴുതുക. ആദ്യം cos A പ്ലസ് ബി പ്ലസ് എന്താണ്? cos A മൈനസ് ബി. നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ്. മൾട്ടിപ്ലിക്കേഷനിൽ നിന്നും അഡീഷനിലേക്ക് മാറ്റുന്ന ഫോർമുല മറന്നു പോകരുത്. കോസുകൾ മൾട്ടിപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കോസുകൾ തന്നെ പ്ലസ് ഇട്ട് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് cos 75 ഇൻറ്റു cos 15 ആണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, cos 75 ഇൻറ്റു cos 15 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇവിടെ ഒരു 2 കൂടി വന്നാലേ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഇതിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു 1/2 കൂടി ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? 2 മൾട്ടിപ്ലൈ ചെയ്ത് 2 ഡിവൈഡ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു. ഇപ്പോൾ ഒരു 1/2 നമ്മൾ ഇട്ടത് അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇത് ആൻസർ ഈ ചെയ്ത പോലെ തന്നെ എഴുതിക്കുക. 2 cos 75 cos 15 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം cos എഴുതും, എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. എന്താണ്? 75 പ്ലസ് 15. പിന്നെ എന്ത് ചെയ്യുക? പ്ലസ് ഇടും, എന്നിട്ട് cos എഴുതും, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് എഴുതും. 75 മൈനസ് 15. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ ഇവിടെ നോക്ക്, ഹാഫ് ഇൻറ്റു cos എത്ര വന്നടാ? 75 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ 90 പ്ലസ് cos 75 മൈനസ് 50 എന്ന് പറഞ്ഞാൽ 60. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു cos 90 എത്രയാണ്? cos 90 0 പ്ലസ് cos 60 എത്രയാണ്? 1/2. cos 60 എത്രയാണ്? 1/2 അല്ലേ? നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1/2 ഇൻറ്റു ഈ 0 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും നമുക്ക്? 1/4. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഇത് വളരെ സിമ്പിൾ. cos 75 ഇൻറ്റു cos 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ 1/4 കിട്ടി. ഇൻറ്റു cos 45 നമുക്ക് എത്രയാണെന്ന് അറിയാം? 1/√2. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1 ഇൻറ്റു 1 1 1 ഇൻറ്റു √2 1/4√2 എന്ന് വന്നു. 1/4√2 ഉണ്ടോ? ഉണ്ട്. സി. സിമ്പിൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. tan 315 കോട്ടിൻ്റെ അകത്ത് -405 ഈ മോഡലിൽ ചോദ്യം ഉണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ട രീതിയൊക്കെ സെയിം. എങ്ങനെയാണ്? നമുക്ക് രണ്ടുപേരെയും കണ്ടുപിടിക്കാം. രണ്ടുപേരെയും കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കോട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നു അല്ലേ? എടാ നോക്കിക്കടാ, കോട്ടിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് വന്നു. കോട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കോട്ട് ടാനൊക്കെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എടുത്ത് പുറത്തേക്ക് വെക്കും നമ്മൾ. എന്നിട്ട് എന്താണ്? കോട്ടെന്ന് എഴുതും. ഈ നെഗറ്റീവ് എടുത്ത് പുറത്തേക്ക് എഴുതി എക്സ് എന്ന് എഴുതും നമ്മൾ. ഇത്രേ ഉള്ളൂ. അകത്ത് നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് എടുത്ത് പുറത്തേക്ക് ഇടുക എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യം എന്താണ്? ആദ്യം നമ്മൾ tan 315 കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കിയാൽ tan 315 നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? tan 315 എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 315ൻ്റെ അടുത്തുള്ള, അതായത് എന്താണ് 315ൻ്റെ ഏറ്റവും അടുത്തുള്ള 180യുടെ മൾട്ടിപ്ലൈ ഏതാണെന്ന് നോക്കും. 315ൻ്റെ ഏറ്റവും അടുത്തുള്ള 180യുടെ മൾട്ടിപ്ലൈ ഏതാണ്? 360 അല്ലേ? അപ്പോൾ എന്താണ്? നോക്ക്, 180യുടെ മൾട്ടിപ്ലൈകൾ നോക്കുമ്പോൾ 180, അടുത്തത് 360, അടുത്തത് 540, ഇങ്ങനെ പോകും അല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഈ tan 315ൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത മൾട്ടിപ്ലൈ ഏതാണ്? 360 ആണ്. അപ്പോൾ ഈ 360 ഉപയോഗിച്ച് ഈ 315നെ എങ്ങനെ എഴുതാമെന്ന് നോക്കണം. അപ്പോൾ എന്താണ്?
ടാൻ 315 60യിൽ നിന്ന് ടാൻ 360 ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 315നെ 360 വെച്ച് എങ്ങനെ എഴുതാം? 360 മൈനസ് എത്ര എഴുതാം? 45 എന്ന് എഴുതാം അല്ലെ. 315നെ 360 മൈനസ് 45 എന്ന് എഴുതാം. ഈ 360 മൈനസ് 45 തന്നെ എഴുതാൻ എന്താ കാര്യം? 180യുടെ മൾട്ടിപ്പിളുകൾ വെച്ച് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ അല്ലേ? അങ്ങനെ 180യുടെ മൾട്ടിപ്പിൾ വെച്ച് എഴുതിയാൽ അടുത്ത കാര്യം, ഈ 180യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിൽ വരുന്നത് 2π എന്നാണ്. അതായത് പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. പൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ ഇവിടെ വന്ന ഫംഗ്ഷൻ എന്താണോ അത് തന്നെ നമുക്ക് താഴത്തേക്ക് എഴുതാം. ഇവിടെ വരുന്ന ആംഗിൾ എന്താണോ അത് തന്നെ നമുക്ക് താഴത്തേക്ക് എഴുതാം. ഒരു കാര്യം കൂടി നോക്കിയാൽ മതി, ഈ ടാൻ 360 മൈനസ് 45ന്റെ സൈൻ എന്താണ് എന്ന് കൂടി നോക്കുക. അതെങ്ങനെയാണ്? വളരെ സിമ്പിൾ. നോക്ക്, ഇവിടെ എന്താണ്? 0. ഇതെത്രയാണ്? 90. ഇതെത്രയാണ്? 180 അല്ലേ? ഇത് കറങ്ങി ഇവിടെ വരുമ്പോൾ 270. ഇത് വീണ്ടും കറങ്ങി ഇവിടെ വരുമ്പോൾ 360. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 360 മൈനസ് 45 ആണ്. 360 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 360യിൽ നിന്ന് എന്തോ കുറച്ചു, ഇപ്പം ഇപ്പുറത്തല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ക്വാഡ്രൻ്റ് ഏതാണ്? ഇത് ഓൾ സിൽവർ ടീ കപ്സ്. ഇതെന്താണ്? കോസിൻ്റെ ക്വാഡ്രൻ്റ് ആണ്. കോസിൻ്റെയും കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കിൻ്റെയും ക്വാഡ്രൻ്റ്. അപ്പോൾ അവിടെ ടാൻ എന്തായിരിക്കും? ഉറപ്പായിട്ടും ഇരിക്കും. അപ്പോൾ മൈനസ് ടാൻ 45 എന്ന് കിട്ടി. അപ്പോൾ ടാൻ 315ന്റെ വാല്യൂ മൈനസ് ടാൻ 45 എന്ന് കിട്ടി. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആളെ എടുക്കുക. അടുത്ത ആൾ ആരാടാ? കോട്ട് മൈനസ് 405. കോട്ടിൻ്റെ അകത്ത് മൈനസ് 405. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു കോട്ടിൻ്റെ അകത്ത് മൈനസ് വന്നാൽ മൈനസ് എടുത്ത് നേരെ പുറത്തേക്ക് വെച്ചേക്കുക. അപ്പോൾ മൈനസ് ഞാൻ പുറത്തേക്ക് വെച്ചു. കോട്ടിൻ്റെ അകത്ത് 405 ഞാൻ അതുപോലെ തന്നെ എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും ഞാൻ മൈനസ് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, സിമ്പിൾ പരിപാടി. ഇനി കോട്ട് 405 എഴുതണം. കോട്ടിൽ ഈ 405നെ നേരത്തെ പറഞ്ഞ പോലെ 180യുടെ മൾട്ടിപ്പിളുകളിൽ ഏറ്റവും അടുത്ത് വരുന്ന ആരാണെന്ന് നോക്കുക. 360 തന്നെ അല്ലേടാ എത്രയാണ് 405ന്റെ അടുത്ത് വരുന്നത്. അപ്പോൾ 405നെ 360 ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കണം. 360 പ്ലസ് 45 എന്ന് എനിക്ക് എഴുതാമല്ലോ. എഴുതാം. ഈ 360 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 2π ആണ്. 2π വന്ന കാരണം ഈ കോട്ട് അതുപോലെ തന്നെ ഞാൻ താഴത്തേക്ക് എഴുതി. അതുപോലെ ഇവിടെ വന്ന ആംഗിൾ എന്താണോ അതുപോലെ തന്നെ താഴത്തേക്ക് എഴുതി. ഇനി അടുത്തൊരു കാര്യം കൂടി നോക്കണം, എന്താണ് ഇതിൻ്റെ ക്വാഡ്രന്റ് അല്ലേ? ഇതിൻ്റെ ക്വാഡ്രന്റ് എങ്ങനെ നോക്കും? ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270, ഇത് 360. 360 പ്ലസ് 45 ആണ്. അപ്പോൾ ഇപ്പുറത്ത് വരും. ഇതാണ് ക്വാഡ്രന്റ്. ഇവിടെ എല്ലാവരും പോസിറ്റീവ്. അപ്പോൾ ഇവൻ്റെ സൈനും ഇത് തന്നെ, മൈനസ് കോട്ട് 45. അപ്പോൾ നോക്കിക്കോ, നമ്മുടെ ഫൈനൽ ആൻസർ ആയി. നമുക്ക് ടാൻ 315 ഇൻറ്റു എന്താണ്? കോട്ട് മൈനസ് 405 ആണ് ചെയ്യേണ്ടത്. കോട്ട് മൈനസ് 405 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടാൻ 315ന് നമുക്കിപ്പോൾ എന്ത് കിട്ടിയടാ? ആൻസർ എന്ത് കിട്ടിയടാ? മൈനസ് ടാൻ 45 എന്ന് കിട്ടി. അപ്പോൾ ഇതിന് പകരം ഞാൻ മൈനസ് ടാൻ 45 എന്ന് കൊടുത്തു. ഇൻറ്റു കോട്ട് മൈനസ് 405ന് നമുക്കിപ്പോൾ എന്ത് കിട്ടിയടാ? മൈനസ് കോട്ട് 45 എന്ന് കിട്ടി. അപ്പോൾ മൈനസ് കോട്ട് 45 എന്ന് ഞാൻ കൊടുത്തു. മൈനസ് ഇൻറ്റു ടാൻ 45ന്റെ വാല്യൂ എത്രയാണ്? 1 ഇൻറ്റു മൈനസ് ഇൻറ്റു കോട്ട് 45ന്റെ വാല്യൂ എത്രയാണ്? 1. 1 ഇൻറ്റു 1 1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആകും. അപ്പോൾ ആൻസർ എത്രയാടാ? -1 അല്ല 1. ഓക്കെ അല്ലേ? 1 ഏതാണ്? ബി. സിമ്പിൾ. ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലായി പോകാൻ വേണ്ടി. നിങ്ങൾ മാക്സിമം സ്പീഡിൽ ചെയ്ത് ആൻസർ എത്തിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ cos x = 4/5 where x belongs to closed interval 0π/2 0 to π/2 then the value of cos x/2 is equal to. അതായത് ഇവിടെ cos x നമുക്ക് തന്നു, cos x-ന്റെ അതായത് x എന്ന് പറയുന്ന ആംഗിളിൽ നിൽക്കുന്ന ക്വാഡ്രന്റ് തന്നു. cos x/2 കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം, ഒരു ബോർഡ് ലെവലിൽ ചോദിക്കുന്ന ഒരു ഹൈ ലെവൽ ചോദ്യമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് cos x തന്നിട്ടുണ്ട്. cos x = എത്രയാണ്? 4/5 എന്ന് തന്നിട്ടുണ്ട്. ഇത് ഗിവൺ ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു എന്താണ് ഫോർമുലയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫോർമുലയുണ്ട്. cos 2x നമ്മൾ 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. cos 2xനെ cos x എഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. cos 2x = 2 cos square x - 1. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ആംഗിൾ വരുന്നത് അതിൻ്റെ പകുതി, അതിൻ്റെ ഹാഫ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. cos 2x വന്നപ്പോൾ 2 cos square 2xൻ്റെ ഹാഫ് x കൊടുത്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ cos 10x എന്ന് ഇവിടെ വന്നാൽ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് 2 cos square എത്ര വരും? ഈ 10xൻ്റെ ഹാഫ് എടുക്കണം. 10xൻ്റെ ഹാഫ് എത്രയാണ്? 5x - 1. ഓക്കെ അല്ലേ? cos 6x വന്നാലോ 2 cos square 3x - 1 എന്ന് വരും. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനോട് നമുക്ക് ആവശ്യമുള്ളത് എന്താ? നമുക്കിവിടെ x/2 വരണം.
അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞാൽ കോസ് 10x വന്നപ്പോൾ പകുതി എടുത്തു. ഇപ്പം ഞാനിവിടെ കോസ് എക്സ് എടുക്കുവാണെന്ന് വിചാരിച്ചു. കോസ് എക്സ് എടുത്താൽ ഇവിടെ എങ്ങനെ എഴുതൂടാ? 2 cos സ്ക്വയർ, ഈ എക്സിന്റെ ഹാഫ് എടുക്കണം. എക്സിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താടാ? x/2 - 1 ഇങ്ങനെ എഴുതാം അല്ലേ? എന്താണ് 2 cos x = 2 cos സ്ക്വയർ x/2 - 1. ഈ cos x നമുക്ക് ഗിവൺ ആണ്. cos x എത്രയാണ്? 4/5. അപ്പൊ cos x ന് പകരം നമ്മൾ 4/5 കൊടുത്തു, ഈക്വൽ ടു 2 cos സ്ക്വയർ x/2 - 1. ഈ -1 ഇപ്പുറത്തേക്ക് വരട്ടെ. ആ -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 4/5 + 1 എന്നാവും. ബാക്കി ഇവിടെ 2 cos സ്ക്വയർ x/2. ഓക്കെ അല്ലേ? ബൈ 1 ഇടുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 × 4 ചെയ്യുമ്പോൾ 4 പ്ലസ് 5 × 1 ചെയ്യുമ്പോൾ 5 ബൈ എത്ര വന്നു? 5 ഈക്വൽ ടു ഇവിടെ ബാക്കി എന്താണ്? 2 cos സ്ക്വയർ x/2 എന്ന് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കടാ, 2 cos സ്ക്വയർ x/2 എന്നും പറഞ്ഞ് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കിയേ? ആൻസർ നോക്കിയേ. 5 + 4 9 ആണ്. 9 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. നമുക്ക് cos സ്ക്വയർ x/2 വേണം. ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ cos സ്ക്വയർ x/2 ഈക്വൽ ടു ഇവിടെ 9/5 ഉണ്ട്. ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ താഴെ കൊണ്ടുവന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ? അപ്പൊ cos സ്ക്വയർ x/2 ഈക്വൽ ടു 9 എന്ത് വന്നു? 10 എന്ന് വന്നു. cos സ്ക്വയർ x/2 ആണത്. അപ്പൊ എന്താണ്? cos x/2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ കളയാൻ വേണ്ടി ഇപ്പുറത്ത് റൂട്ട് എടുത്താൽ പോരെ? 9/10 റൂട്ട് എടുത്തു. 9 റൂട്ട് എടുക്കാം. 9 റൂട്ട് 3 ആണ്. 3 എന്താണ്? √10 എന്ന് ആൻസർ വരും. 3/√10 എന്ന് ആൻസർ വരും. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ ശ്രദ്ധിക്കണേ. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ, റൂട്ട് എടുത്ത കാരണം പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താണ്? അതിവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ x ബിലോങ്സ് ടു 0π/2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സിന്റെ വാല്യൂ 0യ്ക്കും π/2 ഇടയിലാണ് അല്ലേ? അതായത് 0യ്ക്കും π/2 ഇടയിലാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് x/2 ആണ്. അപ്പോൾ എക്സിന്റെ ഹാഫ് എടുത്തു x/2, 0യുടെയും ഹാഫ് എടുക്കണം 0/2, ഇവിടെ π/2ന്റെയും ഹാഫ് എടുക്കണം. അപ്പോൾ 2 കൂടി വരും അല്ലേ? അപ്പോൾ എന്താണ്? 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ലെസ് ദാൻ x/2, x/2 എന്ന് തന്നെ എഴുതി. ലെസ് ദാൻ π/2 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? π/4 എന്ന് കിട്ടും. നോക്കിയേ, അപ്പോൾ അവിടെ x/2 കിടക്കുന്ന ഇന്റർവൽ ഏതാണ്? 0യ്ക്കും π/4 ഇടയിലാണ്. 0യും π/4 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇത് 0 ആണ്, ഇത് π/2 ആണ്. π/4 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വരും, ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് അല്ലേ? അപ്പോൾ cos x/2 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ വാല്യൂ ഏതാ നമുക്ക് വേണ്ടത്? പ്ലസ് ആണ്. പ്ലസ് 3/√10. ഇവിടെ മൈനസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പ്ലസ് ഉള്ളത് മാത്രം എടുത്താൽ മതി. എന്താണ്? 3/√10 എന്ന് ആൻസർ വന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. f(x) = cos x. Then find the value of, നമുക്ക് f(x) തന്നിട്ടുണ്ട്. f(x) എന്താണ്? f(x) cos x ആണ്. പിന്നെ find the value of half into f(x + y) പ്ലസ് f(y - x) into f(x into f(y). ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, f(x) നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ f(y) എന്ത് വരും? cos y വരും അല്ലേ? f(x + y) എന്ത് വരും? f(x + y) എന്ത് വരും? പറ. ഈ കോസിന്റെ അകത്ത് ഒരു x + y ഇട്ട് കൊടുക്കുക അല്ലെ? അടുത്ത എന്താണ്? y - x ആണ്. തെറ്റിച്ച് കളയരുത്. y - x ആണ്. അപ്പൊ എന്ത് വരും? കോസിന്റെ അകത്ത് y - x. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഇത് ശ്രദ്ധിച്ചോ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള സാധനം ഹാഫ് ഇൻറ്റു ഇത് കണ്ടുപിടിക്കാം അല്ലേ? എന്നിട്ട് മൈനസ് ഇത് ചെയ്യാം. ഹാഫ് ഇൻറ്റു നോക്കടാ, എന്താണ്? f(x + y) പ്ലസ് എന്താണ്? f(y - x). പിന്നെ എന്താണ്? -f(x) ഇൻറ്റു f(y) ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ശ്രദ്ധിച്ചോ. ഹാഫ് ഇൻറ്റു f(x + y) എന്ന് പറഞ്ഞാൽ ആരാടാ? cos x + y. cos x + y പ്ലസ് f(y - x) എന്ന് പറഞ്ഞാൽ ആരാണ്? അതേ കിടക്കുന്നു, cos y - x ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്ത് f(x) ഇൻറ്റു f(y). f(x) എന്ന് പറഞ്ഞാൽ cos x, f(y) എന്ന് പറഞ്ഞാൽ cos y. cos x ഇൻറ്റു cos y. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? ഇവിടെ വന്നിട്ടുള്ളത് cos എന്തോ ഒരു സാധനം പ്ലസ് cos വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നത് ഇങ്ങനെയല്ല. അവിടെ നോക്കിക്കണം, cos a പ്ലസ്
കോസ് ബി ഈ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്. ഇതിനെ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റി എഴുതുന്നത് എങ്ങനെയായിരുന്നു? രണ്ട് കോസുകൾ ഒരുമിച്ച് വന്നാൽ പ്ലസ് ഇട്ട് വന്നാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 കോസ് ഇട്ട് തന്നെ എഴുതണമെന്നാണ്. എങ്ങനെ എഴുതണം? a+b/2 a-b/2 ആ ഒരു ഫോമിൽ കൊടുക്കണം. അതായത് ഇത്രേ ഉള്ളൂ. എന്താണ്? കോസ് a പ്ലസ് കോസ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ 2 കോസ് a+b/2 എന്നൊരു ഇക്വേഷൻ, പിന്നെ കോസ് a-b/2 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഓർക്കണ്ടല്ലോ. ഇത് സിമ്പിളായിട്ട് പഠിക്കുന്ന മെത്തേഡാണിത്. കോസുകൾ പ്ലസ് ഇട്ട് വന്നാൽ 2 കോസ് a+b/2 കോസ് a-b/2. അപ്പോൾ ഇവിടെ നോക്ക്, ഹാഫ് ഇൻറ്റു നോക്കിക്കോ കോസ് ഇത് രണ്ടും കൂടി കൂട്ടിയെടുക്കണം. നോക്കി, x+y-യും y-x-ഉം കൂടി കൂട്ടുമ്പോൾ ഈ എക്സും -x-ഉം ക്യാൻസൽ ആയി പോകും അല്ലേ. x+y-യും y-x-ഉം കൂടി കൂട്ടുമ്പോൾ ഈ എക്സും -x-ഉം ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു വൈയും രണ്ടിടത്തും y മാത്രമേ ഉള്ളൂ. ആ 2 y-യും കൂടി കൂട്ടുമ്പോൾ 2y വന്നു. അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ കോസ് y. ഓക്കെ അല്ലേ? ഇൻറ്റു അടുത്തത് കോസ് എടുത്തു. ഇത് മൈനസ് ഇട്ട് പറയണം. ഈ x+y മൈനസ്, ശ്രദ്ധിച്ചോളെ, x+y -y വരുമ്പോൾ -y പോവും. പിന്നെ -× +x ആവും. അപ്പോൾ x കൂടി ആഡ് ചെയ്യുമ്പോൾ 2x ആവും. 2x/2 ചെയ്യുമ്പോൾ അതെന്ത് വന്നു? x വന്നു. മൈനസ് എന്താടാ? കോസ് x കോസ് y. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇല്ലതെ 2 ഇൻറ്റു ഉണ്ട്, ഞാനിവിടെ 2 ഇടാൻ മറന്നുപോയി. 2 കോസ് y കോസ് x എന്ന് വന്നു. ഇനി ഞാൻ ഈ 2 ഉള്ളിലേക്ക് കൊടുക്കുവാണേ. അപ്പോൾ നോക്ക്, ഹാഫ് ഉള്ളിലേക്ക് കൊടുക്കുവാണ്. ഹാഫ് ഇൻറ്റു 2. ഇത് ഞാനൊന്ന് തിരിച്ചെഴുതുവാണേ. കോസ് x ഇൻറ്റു കോസ് y എന്ന് വന്നു. ഈ മൈനസ് എന്തുണ്ട്? കോസ് x കോസ് y എന്നുണ്ട് ഈക്വൽ ടു. നോക്ക്, ഈ 2ഉം 2ഉം ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് ബാക്കി എന്ത് വന്നാണ് ഇവിടെ? കോസ് x കോസ് y മൈനസ് പിന്നെ എന്താണ്? കോസ് x കോസ് y എന്ന് വന്നു. നോക്കി, കോസ് x കോസ് y മൈനസ് കോസ് x കോസ് y, ഒരേ സാധനം മൈനസ് അടുത്തത് അതേ സാധനം തന്നെ. അപ്പോൾ ആൻസർ എന്ത് വന്നടാ? 0. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 0. ഇയിൽ 0 കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആൻസർ 0. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. sec² x പ്ലസ് cosec² മൈനസ് sec² ഇൻറ്റു cosec². ഈ മോഡൽ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കണം, ഒരേ സാധനം പ്ലസ് ഇട്ട് വന്നു, ഒരേ സാധനം മൾട്ടിപ്ലൈ ചെയ്ത് വന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടാവുന്ന ഒരു സാധനമാണ്. നോക്കിയേ, sec² പ്ലസ് cosec² മൈനസ് sec² ഇൻറ്റു cosec². ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കൊസീക്കിനെയും കൊസീക്കിനെയൊക്കെ നമ്മൾ സൈനിലേക്കും കോസിലേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കലിലേക്ക് മാറ്റി എഴുതാൻ പോവുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു സീക്കിനെ നമ്മൾ എന്തെഴുതി? 1/cos എന്ന് എഴുതി. അപ്പോൾ 1/cos²x പ്ലസ് കൊസീക്കിനെ നമ്മൾ എന്തെഴുതി? 1/sin²x എന്ന് എഴുതി. മൈനസ് ഇവിടെയും സീക്കിനെ നമ്മൾ 1/cos²x എന്ന് എഴുതി. ഇൻറ്റു ഇവിടെ കൊസീക്കിനെ 1/ എന്താണ്? sin²x എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി ഒന്ന് നീറ്റായിട്ട് എഴുതിയാൽ ഈക്വൽ ടു ഇവിടെ 1/cos²x അതുപോലെ തന്നെ പ്ലസ് ഇവിടെ 1/sin²x അതുപോലെ തന്നെ മൈനസ് 1 × 1 ചെയ്യുമ്പോൾ 1 എന്ന് വന്നു ബൈ cos²x ഇൻറ്റു sin²x രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വന്നടാ? sin²x ഇൻറ്റു cos²x രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് എഴുതി വെച്ചു. ഓക്കെ അല്ലേ? എടാ ഇവിടെ 3 സാധനങ്ങളുണ്ട്. നോക്കി, ഇവിടെ 3 സാധനങ്ങളുണ്ട്. ഈ 3 സാധനങ്ങളും എനിക്ക് ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ 3ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പോവുകയാണ്. നോക്കി, ഇവിടെ sin²x ഇൻറ്റു cos²x ഉണ്ട്. ഇവിടെ ഒരു cos²x കൂടി വന്നാൽ ശരിയാവും, ഇവിടെ ഒരു sin²x കൂടി വന്നാലും ശരിയാവും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു sin²x ഇൻറ്റു ചെയ്തു. വാല്യൂന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി sin²x മുകളിലും ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെ sin²x cos²x ആയി. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു sin²x ഉണ്ട്, ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു cos²x ഇൻറ്റു ചെയ്തു. വാല്യൂന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി മുകളിലും ഒരു cos²x ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെയും sin²x cos²x ആയി. അപ്പോൾ നോക്ക്, ഫൈനൽ ആയി. നോക്കടാ, ഇതെങ്ങനെ വന്നു? sin²x ഇൻറ്റു 1 ചെയ്യുമ്പോൾ അതെന്തായി? sin²x എന്നായി. ഓക്കെ അല്ലേ? താഴെ എന്ത് വന്നു? sin²x ഇൻറ്റു cos²x അല്ലേ? sin²x ഇൻറ്റു cos²x പ്ലസ് അടുത്തത് നോക്ക്, ഇവിടെ എന്ത് വന്നു? 1 × cos²x ചെയ്യുമ്പോൾ അത് cos²x എന്ന് വന്നു, cos²x എന്ന് വന്നു ബൈ താഴെ എന്താണ്? sin²x ഇൻറ്റു cos²x അല്ലേ? sin²x ഇൻറ്റു cos²x മൈനസ് ഇവിടെ സെയിം തന്നെ 1 ചെയ്യുമ്പോൾ 1 എന്ന് തന്നെ, താഴത്ത് എന്തുണ്ട്? sin²x ഇൻറ്റു cos²x. ഓക്കെ അല്ലേ?
സിമ്പിൾ. ഇനി എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ വെച്ചു. അപ്പോൾ എന്ത് വന്നു, സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് താഴെ വന്നു. മുകളിൽ ആര് വന്നടാ, ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, പ്ലസ് എന്തുണ്ട്, ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, പിന്നെ ആരുണ്ട്, മൈനസ് 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 ഇവിടെ ഒരു 1 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്കറിയാവുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇതിന്റെ വാല്യൂ എത്രയാണ്, ഇതിന്റെ വാല്യൂ 1 ആണ്. നമുക്കറിയാവുന്ന ഐഡന്റിറ്റി അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ആൻസർ 1 എന്ന് തോന്നുന്നു. 1 മൈനസ് മുകളിൽ അടുത്ത 1, താഴെ ആരാണ്, സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. മുകളിൽ 1 മൈനസ് 1 0 വന്നു. 0 ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. 0 ബൈ എന്ത് വന്നാലും ആൻസർ എന്തായിരിക്കും, 0. നമ്മൾ കൂടുതൽ ചെയ്തു പോകേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്താണ്, 0 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. 1 ബൈ ടാൻ എ മൈനസ് ടാൻ ബി. ഓക്കെ അല്ലേ? ഇതിനെ നമുക്ക് ഇതിലേക്ക് മാറ്റി എഴുതണം. ഇപ്പം ഇതിലേക്ക് മാറ്റി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലുണ്ടാവും, ഈ ടാനിനെ മാറ്റി സൈനിലും കോസിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, 1 ബൈ ടാൻ എ മൈനസ് ടാൻ ബി. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ ടാൻ എയിനെ അല്ലെങ്കിൽ ടാൻ എയിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ എ ബൈ കോസ് എ എന്ന് എഴുതാം. മൈനസ് അല്ലേ, ടാൻ ബീനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ബി ബൈ കോസ് ബി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണേ. 1 ബൈ കോസ്, ഇവിടെ നമുക്ക് കോസ് ബി ഇൻറ്റു, ശ്രദ്ധിച്ച്, കോസ് സൈൻ എ ബൈ കോസ് കറക്റ്റ് അല്ലേ, കോസ് ബി ഇൻറ്റു സൈൻ എ ചെയ്യുമ്പോൾ ഇതെന്താ കൂടെ, സൈൻ എ ഇൻറ്റു എന്ത് കിട്ടും, കോസ് ബി. മൈനസ് ഇട്ടു, കോസ് എ ഇൻറ്റു സൈൻ ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടി, കോസ് എ ഇൻറ്റു സൈൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എയും കോസ് ബിയും കൂടി ഇൻറ്റു ചെയ്യുക, കോസ് എ ഇൻറ്റു കോസ് ബി. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കി. 1 ബൈ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബൈ മാറ്റാൻ പോവുകയാണ്. 1 ബൈ, ശ്രദ്ധിച്ചടാ, 1 ബൈ എന്നാണ് കിടക്കുന്നത്. ഈ ബൈ മാറ്റി ഞാൻ എന്ത് ചെയ്തു, മുകളിലുള്ള 1 അതുപോലെ തന്നെയാക്കി, ബൈ മാറ്റി, അതായത് ഡിവിഷൻ മാറ്റി ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം അല്ലേ. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മുകളിൽ ആര് വരും, ഇവിടെ കോസ് എ കോസ് ബി അല്ലേ, കോസ് എ ഇൻറ്റു കോസ് ബി. ഈ സാധനം മുകളിൽ വന്നു. താഴെ ആരാണ്, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അല്ലേ. ഇപ്പോൾ മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാവും, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. 1 ഇൻറ്റു ഈ സാധനം ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കോസ് എ കോസ് ബി എന്ന് കിട്ടും. ബൈ സൈൻ എ കോസ് ബി താഴെയുണ്ട്, മൈനസ് കോസ് എ സൈൻ ബി ഉണ്ട്. അപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. നമ്മൾ 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, സൈൻ എ പ്ലസ് സൈൻ ഓഫ് എ പ്ലസ് ബി, സൈൻ ഓഫ് എ മൈനസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ മൈനസ് ബി, 4 അതിൻ്റെ ഇത് ഏതാണെന്ന് നോക്കിയാൽ മതി. സൈനിൻ്റെ ഇവിടെ മൈനസ് വരുന്നതാണ്. അതായത് ഇവിടെ ശ്രദ്ധിച്ചു, സൈനിൻ്റെ എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. സൈനിൻ്റെ അകത്ത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ സൈൻ എ ആദ്യം കൊടുക്കുക, അടുത്തതിന് കോസ് കൊടുക്കുക. ഇവിടെ എന്താണോ സൈൻ വന്നത് അത് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക. സൈനിൻ്റെ അകത്ത് സൈൻ വന്നാൽ ചേഞ്ച് ചെയ്യാതെ ഇടുക. പിന്നെ എന്ത് ചെയ്യുക, ഇത് തിരിച്ചെഴുതുക, കോസ് എ സൈൻ ബി. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ ശ്രദ്ധിച്ച്, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കടാ, മുകളിൽ കോസ് എ കോസ് ബി അതുപോലെ തന്നെ വന്നു. ഓക്കെ അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടെ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ, സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് എഴുതി, സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് എഴുതി. ഓക്കെ അല്ലേ, സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ സാധനം അല്ലേ, കോസ് എ കോസ് ബി ബൈ സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നതാണ് സാധനം. അപ്പോൾ എന്താണ് ഇതല്ലേ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്, ഇ. കുറേ നേരമായിട്ട് ഇ ആണല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നോക്ക്, സൈൻ ടി പ്ലസ് കോസ് ടി ഈക്വൽ ടു √2, ദെൻ ഫൈൻഡ് ടാൻ ടി പ്ലസ് കോട്ട് ടി. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, സൈൻ ടി പ്ലസ് കോസ് ടി ഈക്വൽ ടു √2. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടാൻ ടി പ്ലസ് കോട്ട് ടി. അപ്പോൾ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ടാൻ ടി പ്ലസ് കോട്ട് ടി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സൈനും കോസും ആണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ സൈനിലേക്കും കോസിലേക്കും മാറ്റാൻ പോവുകയാണ്. എന്താണ്, ടാൻ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ടി ബൈ
കോസ് ടി പ്ലസ് കോട്ട് ടീനെ എങ്ങനെ മാറ്റാം? കോസ് ടി ബൈ സൈൻ ടി. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സൈൻ ടി ഇൻറ്റു സൈൻ ടി ചെയ്യുമ്പോൾ എന്ത് വന്നു? സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് ടി ഇൻറ്റു കോസ് ടി ചെയ്യുമ്പോൾ എന്ത് വന്നു? കോസ് സ്ക്വയർ ടി ബൈ സൈൻ ടിയും കോസ് ടിയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വന്നു? സൈൻ ടി കോസ് ടി. ഓക്കെ അല്ലേ? നമുക്കറിയാം സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി, സൈനിൻ്റെയും കോസിൻ്റെയും ഒരേ ആംഗിൾ സ്ക്വയർ വന്നാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? 1 വന്നു. അപ്പോൾ 1 എന്ത് വന്നു? സൈൻ ടി കോസ് ടി എന്ന് വന്നു. ഓക്കെ അല്ലേടാ? അപ്പോൾ നമുക്കിപ്പോൾ അവസാനം വന്ന് നിൽക്കുന്നത് 1 സൈൻ ടി കോസ് ടിയിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് സൈൻ ടി കോസ് ടിയുടെ ആൻസർ അറിയില്ല, സൈൻ ടി പ്ലസ് കോസ് ടിയുടെ ആൻസർ അറിയാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇതുപയോഗിച്ച് ഇത് കിട്ടുമോ നോക്കണം. അതെങ്ങനെയാണ്? നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? സൈൻ ടി പ്ലസ് കോസ് ടി ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഇത് എത്രയാണെന്നറിയാം? √2 ആണെന്നറിയാം. നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ എടുക്കുവാണ്. അപ്പോൾ എന്താണ്? ഇവിടെ സൈൻ ടി പ്ലസ് കോസ് ടിയുടെ മൊത്തം സ്ക്വയർ എടുത്തു ഈക്വൽ ടു എന്താണ്? ഇവിടെ √2ൻ്റെയും സ്ക്വയർ എടുത്തു. ഇവിടെ എങ്ങനെയാണ് സ്ക്വയർ എടുക്കുന്നത്? ഇത് എ ആണ്, ഇത് ബി ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ ടിയുടെ സ്ക്വയർ എടുക്കുക, സൈൻ സ്ക്വയർ ടി പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ ആളെടുക്കുക സൈൻ ടി ഇൻറ്റു രണ്ടാമത്തെ ആളെടുക്കുക കോസ് ടി പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ കോസ് സ്ക്വയർ ടി വിച്ച് ഈസ് ഈക്വൽ ടു √2ൻ്റെ സ്ക്വയർ, റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോവും, 2 വരും. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ ഇവിടെ നോക്ക്, ഇനി ഞാനൊരു കാര്യം ചെയ്യുവാണെങ്കിൽ സൈൻ സ്ക്വയർ ടിയും കോസ് സ്ക്വയർ ടിയും ഒരുമിച്ച് എഴുതുവാണ്. അപ്പോൾ നോക്ക്, സൈൻ സ്ക്വയർ ടിയും കോസ് സ്ക്വയർ ടിയും ഒരുമിച്ച് എഴുതുമ്പോൾ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് എന്ത് വന്നു? 2 സൈൻ ടി കോസ് ടി എന്ന് വന്നു വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് ആരുണ്ട്? 2 ഉണ്ട്. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്താണ്? 1. ഒരേ ആംഗിളുകൾ സൈൻ്റെയും എന്താണ് കോസിൻ്റെയും ആംഗിൾ ഒരേ സാധനം തന്നെ സ്ക്വയർ ഇട്ട് വന്നാൽ 1 ആണ്. അപ്പോൾ 1 പ്ലസ് എന്ത് വന്നടാ? 2 സൈൻ ടി കോസ് ടി ഈക്വൽ ടു 2 എന്ന് വന്നു. ഈ 1 അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ 2 സൈൻ ടി കോസ് ടി ഈക്വൽ ടു എത്രയാണ്? 2 - 1 എന്ന് വരും. അപ്പോൾ 1. അപ്പോൾ എന്ത് കിട്ടും? 2 സൈൻ ടി കോസ് ടി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് 2 സൈൻ ടി കോസ് ടി ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ടി കോസ് ടി ഈക്വൽ ടു എത്രയാണ്? ഈ 1 അപ്പുറത്തേക്ക് പോട്ടെ, അല്ല ഈ 2 അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ 1/2 എന്ന് കിട്ടും. ഇപ്പോൾ സൈൻ ടി കോസ് ടിയുടെ ആൻസർ എത്ര കിട്ടി? 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 സൈൻ ടി കോസ് ടിയുടെ ആൻസർ എത്ര കിട്ടും? 1/2. ഇത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ബൈ മാറ്റി ഇൻറ്റു ആക്കി ഇത് തിരിച്ചിടുമ്പോൾ എത്ര കിട്ടൂടാ? 2/1. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 2/1. ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതിൻ്റെയും ഫൈനൽ ആൻസർ എത്രയാടാ? 2. സിമ്പിൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. കൊസീക് എക്സ് പ്ലസ് കോട്ടെക്സ് ഈക്വൽ ടു. ക്വസ്റ്റ്യൻ നോക്കുക. കൊസീക് എക്സ് പ്ലസ് കോട്ടെക്സ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും, പക്ഷേ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി എന്താണ്? കൊസീക് എക്സിന് നമുക്ക് റെസിപ്രോക്കൽ ഫോർമുല വെച്ച് 1/sin x എന്ന് എഴുതാം. പ്ലസ് കോട്ടെക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് ആൻസർ എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ. സൈൻ എക്സ് ഇൻറ്റു 1 ചെയ്യുമ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ചെയ്യുമ്പോൾ സൈൻ എക്സ് കോസ് എക്സ് ബൈ താഴെ എന്ത് വന്നു? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ചെയ്യുമ്പോൾ എന്ത് വന്നു? സൈൻ സ്ക്വയർ എക്സ്. മുകളിൽ 2 സൈൻ, ഇവിടെയും സൈൻ എക്സ് ഇവിടെയും സൈൻ എക്സ് അല്ലേ? ഇവിടെയും സൈൻ എക്സ് ഇവിടെയും സൈൻ എക്സ്. അപ്പോൾ ഒരു സൈൻ എക്സ് ഞാൻ കോമൺ എടുത്തു. ഓക്കെ അല്ലേ? ഇവിടുന്ന് സൈൻ എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി 1 പ്ലസ് സൈൻ എക്സ് കോസ് എക്സിൽ നിന്ന് സൈൻ എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? കോസ് എക്സ് ബൈ എന്ത് വന്നു? സൈൻ സ്ക്വയർ എക്സ്. ഈ ഒരു സൈൻ എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ താഴെ ഒരു സൈൻ എക്സ് അല്ലേ? അപ്പോൾ നോക്കടാ, മുകളിലൊരു 1 പ്ലസ് കോസ് എക്സ് വന്നു, മുകളിലൊരു 1 പ്ലസ് കോസ് എക്സ് വന്നു ബൈ താഴെ എന്ത് വന്നു? ഒരു സൈൻ എക്സ് വന്നു, താഴെ ഒരു സൈൻ എക്സ് വന്നു. സിമ്പിൾ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി, ആൻസറിലെല്ലാം x/2 വന്നിട്ടുണ്ട്. അതായത് ഹാഫ് ആംഗിൾ ഫോർമുല ഉപയോഗിക്കണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്ക്, മുകളിൽ വന്നിട്ടുള്ളത് 1 പ്ലസ് കോസ് എക്സ് ആണ് അല്ലേ? 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ 1 പ്ലസ് കോസ് എക്സ് എന്ന് നമ്മൾ എഴുതുന്നത് ഏത് ഹാഫ് ആംഗിൾ ഫോർമുലയാണെന്ന് ഓർത്തോളണം. 1 പ്ലസ് കോസ് എക്സ് എന്ന് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ കോസ് 2x ഇക്വേഷൻ എഴുതുന്ന ഓർക്കുന്നുണ്ടായിരുന്നു. കോസ് 2x ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്? കോസ് 2x ഇക്വേഷൻ നമ്മൾ സൈൻ എക്സ് ഉപയോഗിച്ച് എഴുതും, കോസ് എക്സ് ഉപയോഗിച്ച് എഴുതും, ടാൻ ഉപയോഗിച്ചൊക്കെ എഴുതും. നമുക്കിവിടെ ആവശ്യമുള്ളത് ഇവിടെ കോസ് ഉപയോഗിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കോസ് ഉപയോഗിച്ചിരുന്ന ഫോർമുല എഴുതാൻ പോവുകയാണ്. കോസ് 2x നമ്മൾ ഇങ്ങനെ എഴുതുമായിരുന്നു അല്ലേ? 2 കോസ് സ്ക്വയർ എക്സ് -1 എന്ന് എഴുതുമായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ കോസ് 2x വന്ന കാരണം 2xൻ്റെ ഹാഫ് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ കോസ് 2x മാറ്റി കോസ് എക്സ് എടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് 2 കോസ് സ്ക്വയർ എന്താണ് ഈ എക്സിൻ്റെ ഹാഫ് എടുക്കണം അല്ലേ, x/2 -1 എന്ന് എടുക്കാം. ഈ -1 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കോസ് എക്സ് +1 എന്നാവും, ഈക്വൽ ടു എന്താണ് 2 കോസ് സ്ക്വയർ x/2 എന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ 1 + കോസ് എക്സിന് പകരം എനിക്ക് ഇവിടെ എന്ത് എഴുതാടാ? 2 കോസ് സ്ക്വയർ x/2 എന്ന് എഴുതാം. അത് ഞാൻ എഴുതാൻ പോവുകയാണ്. 1 + കോസ് എക്സിന് പകരം ഞാൻ എന്ത് എഴുതി? 2 കോസ് സ്ക്വയർ x/2. ഓക്കെ അല്ലേ? ഇനി സൈൻ എക്സിൻ്റെ ഇക്വേഷൻ. സൈൻ എക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു. സൈൻ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിയാവുന്ന ഒരു ഇക്വേഷൻ സൈൻ 2x-ൻ്റെ ഇക്വേഷൻ എന്താടാ? 2 sin x cos x എന്നായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 2x-ൻ്റെ ഹാഫാണ് ഇവിടെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സൈൻ എക്സിൻ്റെ എഴുതിയാൽ എങ്ങനെ വരും? സൈൻ 2x-ൻ്റെ എടുക്കുമ്പോൾ 2x-ൻ്റെ ഹാഫ് എഴുതി. അപ്പോൾ സൈൻ എക്സിൻ്റെ എഴുതുമ്പോൾ 2 സൈൻ ഇവിടെ എന്താണോ അതിൻ്റെ ഹാഫ് എടുക്കണം. 2 sin x/2 cos x/2 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ നോക്ക്. സൈൻ എക്സിന് പകരം അപ്പോൾ ഞാൻ എന്തെഴുതി? 2 sin x/2 പിന്നെ എന്താണ്? കോസ് x/2 എന്നെഴുതി. 2ഉം 2ഉം ഞാൻ ക്യാൻസൽ ചെയ്തെഴുതി. ഒരു കോസ് x/2 ഇവിടെ 2 കോസ് x/2 ഉണ്ട്, ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ മുകളിൽ ആര് വന്നടാ? കോസ് x/2 എന്നും പറഞ്ഞ് ഒരാൾ വന്നു. ബൈ താഴെ ആര് വന്നടാ? സൈൻ x/2 എന്നും പറഞ്ഞ് ഒരാൾ വന്നു. ഓക്കെ അല്ലേ? കോസ് x/2 ബൈ സൈൻ x/2. കോസ് ബൈ സൈൻ എന്താണ്? കോട്ട് അല്ലേ? അപ്പോൾ കോട്ട് x/2 എന്ന് ആൻസർ വരും. കോട്ട് x/2 എവിടെ ഇല്ല, അതേ കിടക്കും. കോട്ട് x/2 C ആണ് ആൻസർ. സിമ്പിൾ കേട്ടല്ലോ. ഈ സിംപ്ലിഫിക്കേഷൻ ഒന്ന് ഓർത്തിരുന്നോളാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഹാഫ് ആംഗിൾ ഫോർമുല കുറേ സ്ഥലത്ത് ഉപയോഗിച്ചിട്ട് അത് ബൈഹാർട്ട് ആക്കുക, നിർബന്ധമായിട്ടും ബൈഹാർട്ട് ആക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇതെടുത്ത് നമ്മൾ ആദ്യം തന്നെ എഴുതുവാണ്. 7 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 6. ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും ആണ്. അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സിൻ്റെയും ഐഡന്റിറ്റി അറിയാം. എന്താണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സൈൻ സ്ക്വയർ എക്സ് ഇവിടെ നിർത്തി ഞാൻ കോസ് സ്ക്വയർ എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ 1 - കോസ് സ്ക്വയർ എക്സ് എന്നു. അതായത് സൈൻ സ്ക്വയർ എക്സിനെ എനിക്ക് 1 - കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. എഴുതിക്കോ. അപ്പോൾ നോക്ക് 7 കോസ് സ്ക്വയർ എക്സ് അതുപോലെ തന്നെ പ്ലസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 - കോസ് സ്ക്വയർ എക്സ് അല്ലേ? 1 - കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. അപ്പോൾ 7 കോസ് സ്ക്വയർ എക്സ് ഞാൻ എഴുതി, പ്ലസ് 3 ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുവാണ്. 3 × 1 3 ആണ്, -3 ഇൻറ്റു -3 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ചെയ്യുമ്പോൾ 3 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 6. ഓക്കെ അല്ലേ? ഈ 3 അപ്പുറത്തേക്ക് പോട്ടറാ. ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 7 കോസ് സ്ക്വയർ എക്സ് -3 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 6. ഈ +3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3. 7 കോസ് സ്ക്വയർ എക്സിൽ നിന്ന് 3 കോസ് സ്ക്വയർ എക്സ് പോകുമ്പോൾ ബാക്കി എത്രയാണ്? 4 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എത്രയാണ്? 6 - 3 3 എന്ന് തോന്നുന്നു. 4 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 3 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് എത്രയാണ്? 3/4 എന്ന് തോന്നുന്നു. കോസ് സ്ക്വയർ എക്സ് ആണ് 3/4. ശ്രദ്ധിച്ചോ, കോസ് സ്ക്വയർ എക്സ് ആണ് 3/4. അങ്ങനെയാണെങ്കിൽ കോസ് എക്സ് എന്ന് വരും? √3/4 എന്ന് വരും. അപ്പോൾ √3/2 എന്ന് ആൻസർ വന്നു. ഓക്കെ അല്ലേ? നമുക്ക് കോസ് എക്സ് ആണുള്ളത്, നമുക്ക് കോസ് 2x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തത് കോസ് 2x കണ്ടുപിടിക്കാൻ പോവുകയാണ്. കോസ് 2x കണ്ടുപിടിക്കാൻ കോസ് 2x-ന്റെ ഇക്വേഷൻ എടുക്കുക. എന്തായിരുന്നു കോസ് 2x-ന്റെ ഇക്വേഷൻ? കോസ് 2x-നെ കോസ് വെച്ച് തന്നെ പറയുന്ന ഇക്വേഷൻ എന്താണ്? കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് -1. ഇതാണ് ഇക്വേഷൻ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എഴുതിയെന്താണ്? കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് -1. അപ്പോൾ നോക്ക്, കോസ് 2x ഈക്വൽ ടു കോസ് 2x ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് എന്താണത്? √3/2ന്റെ സ്ക്വയർ എടുത്താൽ മതി. അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ് തന്നെ കിടപ്പുണ്ട്. എന്താണ്? 3/4. അപ്പോൾ 3/4 ഞാൻ ഇട്ടു -1. അപ്പോൾ കോസ് 2x ഈക്വൽ ടു ഈ 4ഉം ഈ 4ഉം 2ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ താഴെ 2 വന്നു. അപ്പോൾ ആൻസർ എത്ര വന്നു? 3/2 -1 എന്ന് വന്നു. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 × 3 ചെയ്യുമ്പോൾ 3 ആണ്. 3 - 2/2 എന്ന് വന്നു. ആൻസർ എത്രയാണ്? 1/2 എന്ന് ആൻസർ വന്നു. ആൻസർ എത്രയാണ്? A 1/2. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. sin 7x. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. sin 7x റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. sin 7x പ്ലസ് sin 5x ബൈ cos 7x പ്ലസ് cos 5x. നിങ്ങൾക്ക് ഫോർമുല മനസ്സിലായി കാണും.
പ്ലസ് അഡീഷൻ തന്നു, എന്നിട്ട് അല്ലെങ്കിൽ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ തന്ന് മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റാനുള്ള ഫോർമുല. അപ്പോൾ മറ്റേ a+b/2 a-b/2 എടുക്കുന്ന സെറ്റപ്പ്. പക്ഷേ ആ ഫോർമുല ഒന്ന് ഓർത്തിരുത്തോളാം. 2 സൈൻ പ്ലസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നോക്കി, എസ് പ്ലസ് എസ് എന്ന് വന്നു കഴിഞ്ഞാൽ 2 സൈൻ ആദ്യം എടുക്കുക, പിന്നെ കോസ് എടുക്കുക. ഇതാണ്. അടുത്തത് 2 കോസ് ആണ് പ്ലസ് ഇട്ട് വരുന്നെങ്കിൽ സി പ്ലസ് സി, ആദ്യം കോസ് ആണ് വരുന്നതെങ്കിൽ 2 കോസ്. ഇതാണ് ആൻസർ. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ആൻസർ എഴുതുവാണ് 2. 2 സൈൻ പ്ലസ് ഇട്ട് വന്നാൽ 2 സൈൻ കോസ്, അതായത് 2 സൈൻ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് പതി എടുക്കുക. 7x + 5x 12x, 12xന്റെ ഹാഫ് 6x ഇൻറ്റു അടുത്തത് എന്താണ്? അടുത്തത് കോസ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് സി. ഇത് രണ്ടും മൈനസ് ചെയ്യുക. 7x - 5x 2x, 2xന്റെ ഹാഫ് എക്സ് ബൈ. വീണ്ടും ഇവിടെ 2 സി പ്ലസ് സി, കോസുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും കോസ്. 2 കോസ് എടുക്കുക. 7x + 5x എന്ന് പറഞ്ഞാൽ 12x, 12xന്റെ ഹാഫ് 6x. അടുത്തത് വീണ്ടും കോസ് ആണ് എടുക്കേണ്ടത്. 7x - 5x എന്ന് പറഞ്ഞാൽ 2x, 2xന്റെ ഹാഫ് എക്സ്. ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം, കോസ് എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ സൈൻ 6x ബൈ കോസ് 6x എന്ന് തോന്നുന്നു. സൈൻ ബൈ കോസ് ടാൻ ആണ്, ടാൻ 6x എന്ന് ആൻസർ. ഏതാണ് ടാൻ 6x? ഇത് കിടക്കുന്നു. ഈ ആണ് ആൻസർ. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാ മോഡലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും ക്ലിയർ ആക്കാൻ വേണ്ടി. നിങ്ങൾ മാക്സിമം സ്പീഡിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, ബൈ.